BSE സെൻസെക്സ് ഇന്നലെ ക്ലോസിംഗ് 78,205 പോയിന്റ് 98 പ്ലസ് 639.82. നിഫ്റ്റി 50 24,261 പോയിന്റ് 60 പ്ലസ് 233 പോയിന്റ്. മുൻ ദിവസങ്ങളിലെ നഷ്ടങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഓഹരി വിപണി ശക്തമായ റീബൗണ്ട് കാണിച്ചു. ക്രൂഡ് ഓയിൽ വില കുറയുകയും ആഗോള വിപണികളിലെ മനോഭാവം മെച്ചപ്പെടുകയും ചെയ്തതോടെയാണ് വിപണി വീണ്ടെടുത്തത്. ഓട്ടോ, ഫിനാൻഷ്യൽസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നീ മേഖലകളുടെ ശക്തമായ പ്രകടനമാണ് റാലിക്ക് നേതൃത്വം നൽകിയത്. അതേസമയം IT, ടെലികോം മേഖലകൾ താരതമ്യേന ദുർബലമായി തുടരുന്നു. നിഫ്റ്റി 24,400 മുകളിൽ നിലനിൽക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം റാലി തുടരാൻ സാധ്യതയുണ്ട്. 24,000 താഴേക്ക് വീഴുകയാണെങ്കിൽ വീണ്ടും വോളാറ്റിലിറ്റി വർദ്ധിക്കാം. നിഫ്റ്റിയുടെ കൂടുതൽ ഉയർച്ചയ്ക്കായി ശക്തമായ ഫോളോ അപ്പ് വാങ്ങൽ ആവശ്യമുണ്ട്. അടുത്ത കുറച്ച് സെഷനുകളിൽ അത് സംഭവിക്കുകയാണെങ്കിൽ 24,300 മുതൽ 24,500 വരെ മേഖല നിഫ്റ്റിക്ക് പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസ് 24,700 താഴോട്ടുള്ള ദിശയിൽ 24,000 പ്രധാന സപ്പോർട്ട് ലെവൽ. FII DII ഫണ്ട് ഫ്ലോ FIIS 4,673 കോടി രൂപ വില വരുന്ന ഓഹരികൾ വിറ്റു. DIIS 6,333 കോടി രൂപയിലധികം മൂല്യമുള്ള ഓഹരികൾ വാങ്ങി. ഈ വർഷം ഇതുവരെ FIIS ആകെ 83,541 കോടി രൂപ മൂല്യമുള്ള ഓഹരികൾ വിറ്റു. DIIS 1,46,572 കോടി രൂപ മൂല്യമുള്ള ഓഹരികൾ വാങ്ങി. ആഗോള എണ്ണവിലയും ജിയോ പൊളിറ്റിക്കൽ സാഹചര്യവും സ്ഥിരത നേടുന്നതുവരെ വിപണി റേഞ്ച് ബൗണ്ട് നിലയിൽ തുടരാൻ സാധ്യതയുണ്ട്. 2026 മാർച്ച് 11 ബുധൻ. ഇന്ത്യൻ ഓഹരി വിപണി ദൃശ്യം. ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ, ആഗോള സൂചനകൾ, ഡെറിവേറ്റീവ് ഡാറ്റ എന്നിവയെ അടിസ്ഥാനമാക്കി ബുധനാഴ്ച വിപണിയുടെ മനോഭാവം ശ്രദ്ധാപൂർവമായ പോസിറ്റീവ് പക്ഷേ വോളാറ്റൈലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർച്ച് 10 റീബൗണ്ടിന് ശേഷം റെസിസ്റ്റൻസ് ലെവലുകൾക്ക് സമീപം ട്രേഡർമാർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ സാധ്യതയുണ്ട്. അതിനാൽ വിപണി റേഞ്ച് ബൗണ്ടായി നീങ്ങാം. അമേരിക്കൻ ഓഹരി വിപണി ഇപ്പോൾ വോളാറ്റിലായിരിക്കുമ്പോൾ ചെറിയ പോസിറ്റീവ് പ്രവണത കാണിക്കുന്നു. ടെക് സ്റ്റോക്കുകളുടെ പിന്തുണയും എണ്ണവില കുറഞ്ഞതുമാണ് അതിന് കാരണം. എന്നിരുന്നാലും ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾ നിക്ഷേപകരെ ജാഗ്രതയോടെ നിലനിർത്തുന്നു. എണ്ണവില കുറയുകയും മിഡിൽ ഈസ്റ്റ് സംഘർഷം കുറയുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തതോടെ പ്രധാന ആഗോള സൂചികകൾ മുമ്പത്തെ ഇടിവുകളിൽ നിന്ന് അടുത്തിടെ വീണ്ടെടുത്തു. പ്രധാന ആഗോള സംഭവങ്ങൾ. US ഇൻഫ്ലേഷൻ ഡാറ്റ CPI ആഗോള വിപണികൾക്ക് വലിയ സ്വാധീനം. യൂറോസോൺ ട്രേഡ് ആൻഡ് കറണ്ട് അക്കൗണ്ട് ഡാറ്റ കറൻസി, കയറ്റുമതി ഓഹരികൾക്ക് സ്വാധീനം. കാനഡ റീറ്റെയിൽ സെയിൽസ് ആൻഡ് പ്രൊഡ്യൂസർ വില സൂചിക. US ട്രഷറി ഡെറ്റ് ഓപ്ഷൻ RBI നടപടി. RBI രാജ്യത്തുടനീളം ഡിജിറ്റൽ പേയ്മെന്റ് അവബോധവാരം സംഘടിപ്പിക്കുന്നു. സുരക്ഷിതമായ ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത് ഫിൻടെക്, ബാങ്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനികൾക്ക് പോസിറ്റീവ് സെന്റിമെന്റ് സൃഷ്ടിക്കും. ഇന്ത്യ റഷ്യൻ ക്രൂഡ് വാങ്ങൽ. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിക്കിടെ അമേരിക്കയുടെ പ്രത്യേക അനുമതിയോടെ ഇന്ത്യ 30 മില്യൺ ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ റെക്കോർഡ് അളവിൽ വാങ്ങി. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ സൗദി അറേബ്യയിലും ഇറാഖിലും നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടു. അതിനാൽ ഇന്ത്യ സ്വന്തം ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഈ നടപടി സ്വീകരിച്ചു. FDI നയം. സർക്കാർ പ്രസ് നോട്ട് 3 ഭേദഗതി ചെയ്ത് ചൈനയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾക്ക് ചില ഇളവുകൾ നൽകി. ഇനി ഒരു നിശ്ചിത പരിധിവരെ നിക്ഷേപങ്ങൾക്ക് സർക്കാർ അനുമതി ആവശ്യമില്ല. മന്ത്രിസഭ IBCയും കോർപ്പറേറ്റ് നിയമ ഭേദഗതികളും അംഗീകരിച്ചു. മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ. ഫെബ്രുവരിയിൽ വിപണി വോളാറ്റിലിറ്റി ഉണ്ടായിരുന്നെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളിൽ ശക്തമായ ഇൻഫ്ലോ തുടർന്നു. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ 25,978 കോടി രൂപ ഇൻഫ്ലോ. തുടർച്ചയായ 60-ാം മാസവും ഇൻഫ്ലോ. MF ഇൻഡസ്ട്രിയുടെ AUM 82.03 ലക്ഷം കോടി രൂപ. ജനുവരിയിൽ നിന്ന് 1.3% വർധന. 42.58 ലക്ഷം പുതിയ ഫോളിയോകൾ ചേർന്നു. കമ്പനി വാർത്തകൾ. പോളിക്യാബ് ഇന്ത്യ സ്ഥാപന നിക്ഷേപകരായി പൈൻ ബ്രിഡ്ജിനുമായി മീറ്റിംഗ് നിശ്ചയിച്ചു. മാനേജ്മെന്റ് അഭിപ്രായങ്ങൾ അടിസ്ഥാനമാക്കി ഓഹരി ചലനം ഉണ്ടാകാം. ഇൻകം ടാക്സ് വകുപ്പിൽ നിന്നുള്ള പരിഹാരത്തോടെ കമ്പനിയുടെ 2024 മുതൽ 25 വരെ നികുതി ആവശ്യകത 327.45 കോടി രൂപയിൽ നിന്ന്
57.58 കോടി രൂപയായി കുറഞ്ഞു. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഫണ്ട് റൈസിംഗ് പ്രമേയത്തിനായി ബോർഡ് മീറ്റിംഗ്. ഓയിൽ വില. ചൊവ്വാഴ്ച ഓയിൽ വില 11% മുകളിലിടിഞ്ഞു. ബാരലിന് $10 കുറഞ്ഞു. മിഡിൽ ഈസ്റ്റ് യുദ്ധം ഉടൻ അവസാനിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതോടെയാണ് ഈ ഇടിവ്. എയർ ഇന്ത്യ. വെസ്റ്റ് ഏഷ്യ പ്രതിസന്ധി മൂലം ജെറ്റ് ഇന്ധനവില ഉയർന്നതിനെ തുടർന്ന് ഫ്യൂവൽ സർചാർജ് ഏർപ്പെടുത്താൻ എയർ ഇന്ത്യ തീരുമാനിച്ചു. മാർച്ച് 12 മുതൽ ആഭ്യന്തര ടിക്കറ്റുകൾക്ക് $399 സർചാർജ്. വെസ്റ്റ് ഏഷ്യ റൂട്ടുകൾക്ക് $10, ആഫ്രിക്കയ്ക്ക് $30 മുതൽ $90 വരെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയ്ക്ക് $20 മുതൽ $60 വരെ. റെഡിംഗ്ടൺ. ആപ്പിൾ ഇന്ത്യയിൽ ഐഫോൺ ഉൽപ്പാദനം 53% വർദ്ധിച്ചതെന്ന റിപ്പോർട്ടിനെ തുടർന്ന് റെഡിംഗ്ടൺ ഓഹരി 11.6% ഉയർന്ന് $259.30 ആയി. 2025 ഏകദേശം 55 മില്യൺ ഐഫോൺ ഇന്ത്യയിൽ അസംബിൾ ചെയ്തു. റൈഡ് ഹെയിലിംഗ് ആപ്പുകൾ. ഉത്തർപ്രദേശ് സർക്കാർ ഓല, യൂബർ പോലുള്ള റൈഡ് ഹെയിലിംഗ് ആപ്പുകൾക്ക് സംസ്ഥാന രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. ഡ്രൈവർമാർക്ക് മെഡിക്കൽ പരിശോധനയും പോലീസ് വെരിഫിക്കേഷനും നിർബന്ധം. കമ്പനികൾ ലൈസൻസ് ഫീസ് അടയ്ക്കണം. ഇൻ ദ ഗ്ലോബ് ഏവിയേഷൻ. സിഇഒ പീറ്റർ എൽബേഴ്സ് വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാജിവെച്ചു. സ്ഥാപകൻ രാഹുൽ ഭാത്തിയ ഇടക്കാല സിഇഒ ആയി ചുമതലയേൽക്കും. ഓഹരി മാർച്ച് 11 താഴ്ന്ന നിലയിൽ തുറക്കാൻ സാധ്യത. ബാങ്കുകൾ. RBI ബാങ്കുകളുടെ ഡിവിഡൻഡ് പേയ്മെന്റ് നിയമങ്ങൾ ഇളവ് നൽകി. NPA കണക്കാക്കുന്ന രീതിയിൽ ചില നിയന്ത്രണങ്ങൾ ശമിപ്പിച്ചെങ്കിലും ഡിവിഡൻഡ് വിതരണം ബാങ്കുകളുടെ മൂലധന ശക്തിയുമായി ബന്ധിപ്പിച്ചിരിക്കും. സർക്കാർ നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി LPG അല്ലെങ്കിൽ ഇന്ധനക്ഷാമം ഇന്ത്യയിലെ ഉപഭോക്താക്കളെ ബാധിക്കാതിരിക്കാൻ മന്ത്രിമാരോട് നിർദ്ദേശം നൽകി. IPO. XCD എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ്. ഗിഫ്റ്റ് സിറ്റിയുടെ ആദ്യ IPO മിഡിൽ ഈസ്റ്റ് സംഘർഷം മൂലം മാറ്റി. പുതിയ തീയതി. ഓപ്പൺ മാർച്ച് 16, ക്ലോസ് മാർച്ച് 24. വിലപരിധി $10 മുതൽ $10.5 വരെ. മറ്റു കോർപ്പറേറ്റ് വാർത്തകൾ. ബന്ധൻ മ്യൂച്വൽ ഫണ്ട് അപ്പോലോ പൈപ്സിൽ 1.14% ഓഹരി വിറ്റു. മോതിലാൽ ഓസ്വാൽ AMC സ്റ്റൈറനിക്സ് പെർഫോമൻസിൽ 2% ഓഹരി വിറ്റു. പോളികാബ് KI ഇൻഡസ്ട്രീസ് ഓഹരികൾ ചെമ്പ് വില ഉയർന്നതിനെ തുടർന്ന് 6 മുതൽ 7% വരെ ഇടിഞ്ഞു. VIP ഇൻഡസ്ട്രീസ് രാഹുൽ പോദ്ദാർ പുതിയ CFO. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ്. കാറ്റർപില്ലർ സപ്ലൈ ചെയിനിനായി 40,000 സ്ക്വയർ ഫീറ്റ് ഗോഡൌൺ. യൂക്കോ ബാങ്ക് 1 വർഷ MCLR 8.75% നിലനിർത്തി. ഐഷർ മോട്ടോഴ്സ്. VECVയിൽ B ശ്രീനിവാസ് MD ആൻഡ് CEO ഏപ്രിൽ 1 മുതൽ. ബ്രിഗേഡ് ഗ്രൂപ്പ് ദേവനഹള്ളിയിൽ 25 ഏക്കർ ഇൻഡസ്ട്രിയൽ പാർക്ക് പദ്ധതി. ബോഷ് ഗ്യാസ് ക്ഷാമം കാരണം ഫോഴ്സ് മെജോർ പ്രഖ്യാപിച്ചു. കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ചെയർമാൻ അതുൽ കിർലോസ്കർ മാർച്ച് 31 വിരമിക്കും. അമൂൽ രാജസ്ഥാനിൽ ഭക്ഷ്യതട്ടിപ്പ് കേസ്. ജയ്പൂരിൽ 1.5 ലക്ഷം കിലോ ഉൽപ്പന്നങ്ങൾ നശിപ്പിച്ചു.